അവസാന നിമിഷം നിർണായകമായിട്ടുള്ള സാഹചര്യങ്ങളിലേക്കാണ് രാജ്യം കടന്നു പോകുന്നത്. വോട്ടിംഗ് മെഷീനുകളിൽ അട്ടിമറിയുണ്ട് എന്ന രീതിയിലാണ് പ്രതിപക്ഷം മുന്നോട്ട് വരുന്നുള്ളത്. ഇതിന് ശക്തമായിട്ടുള്ള ഒരു പിന്തുണ എന്ന രീതിയിലാണ് പ്രണബ് മുഖർജിയും കടന്നു വന്നിട്ടുള്ളത്. മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജി വലിയ ആശങ്കയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന് നേരെ ഉന്നയിക്കുന്നുള്ളത്. ആദ്യം അവരെ പ്രകീർത്തിച്ച് പറഞ്ഞ പ്രണബ് മുഖർജി രണ്ടാമത് തിരുത്തി അവർക്കെതിരെ വലിയ ആശങ്ക മുന്നോട്ട് വെക്കുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് രാജ്യത്ത് വോട്ടിംഗ് മെഷീനുകളിൽ അട്ടിമറി നടന്നിട്ടുണ്ട് എന്നുള്ളതിന്റെ യാഥാർത്ഥ്യത്തെ വിളിച്ചു പറയുകയാണ്. ഒരു വീട്ടിൽ എന്ത് പ്രശ്നം നടന്നു കഴിഞ്ഞാലും ആ വീട്ടിലെ ആളുകളാണ് അതിന് ഉത്തരവാദി എന്ന രീതിയിലാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ പ്രണബ് മുഖർജി രംഗത്ത് വന്നിട്ടുള്ളത്. അതായത് വോട്ടിംഗ് മെഷീനുകളിൽ അട്ടിമറി നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ എല്ലാ ഉത്തരവാദിത്തവും ഇലക്ഷൻ കമ്മീഷന് മാത്രമാണ് എന്നാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്നുള്ളത്. നിർണായക സാഹചര്യത്തിൽ മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജിയുടെ ഈ ഇടപെടൽ വലിയ ചർച്ചയാണ് ദേശീയ തലത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതായത് അദ്ദേഹം പോലും ഇലക്ഷൻ കമ്മീഷന് നേരെ വലിയ ഒരു ആശങ്ക മുന്നോട്ട് വെക്കുമ്പോൾ അട്ടിമറി നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് പലരും ചിന്തിച്ചു പോകുന്നുള്ളത്. അത് മാത്രമല്ല, നിലവിൽ പലയിടങ്ങളിലും ഉത്തരേന്ത്യയിലായാലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലായാൽ പോലും ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളതിന് ദൃശ്യങ്ങളടക്കം തെളിവുകളായി മുന്നോട്ട് പ്രതിപക്ഷം മുന്നോട്ട് വെക്കുമ്പോൾ അതിനെ തള്ളിക്കളയാൻ ആർക്കും സാധ്യമല്ല. ആ സാധ്യതയിൽ വലിയ ആശങ്കയാണ് പ്രണബ് മുഖർജി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അത് മാത്രമല്ല, ഒരു മുൻ രാഷ്ട്രപതി രാജ്യത്തെ ജനാധിപത്യത്തിന് തകർച്ച സംഭവിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷന്റെ പോരായ്മകൾ മുന്നോട്ട് വന്നിരിക്കുന്നു എന്നുള്ള രീതിയിൽ ആശങ്ക മുന്നോട്ട് വെക്കുമ്പോൾ രാജ്യത്തിന്റെ സ്ഥിതിഗതികൾ എത്രത്തോളം വഷളാണ് എന്നുള്ളത് നോക്കിക്കാണേണ്ടതേയുള്ളൂ. അത് മാത്രമല്ല, നിർണായക നീക്കങ്ങൾ പ്രതിപക്ഷത്തു നിന്നും നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധി വലിയ രീതിയിലുള്ള ഇടപെടൽ ഇത്തരം വോട്ടിംഗ് മെഷീനുകളിലെ അട്ടിമറികൾക്ക് നേരെ നടത്തിയിട്ടുണ്ട്. അഭിഭാഷക സംഘം തയ്യാറായി നിന്നിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റു ലഭിച്ച റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുള്ളത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. Thank you.